ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്ത, താൻ തിരഞ്ഞെടുത്ത യാക്കോബിന് തൻ്റെ അരുളപ്പാടുകൾ അറിയിച്ച, മറ്റൊരു ജാതിക്കും അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുമായ നമ്മുടെ ദൈവത്തിൻ്റെ ധന്യമായ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രത്യേക സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കൊരുമിച്ച് ദൈവപാദങ്ങളിൽ കൂടി വരുവാൻ പതിവ് പോലെ ദൈവം സഹായിച്ചു. കൂടപ്പെട്ട ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർക്കും കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാർക്കും, പ്രത്യേകിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച എല്ലാ വിശുദ്ധന്മാർക്കും തന്നെ ക്രിസ്തീയ വന്ദനങ്ങൾ. നാളിതുവരെ ഇമ്മാനുവേലിന്റെ വിസ്തൃതമേറിയ ചിറകടിയിൽ അവിടുന്ന് നമുക്ക് അഭയം തന്നു. ഉഷ്ണക്കാറ്റുകൾ നമ്മെ ഏശാതെ, ഈ മരുഭൂമിയുടെ ഊഷരത നമ്മെ ഉലയ്ക്കാതെ നമുക്ക് ദാഹജലവും ജീവജലവും തന്ന് നടത്തിയതിനായിട്ട് സ്തോത്രം. നമ്മുടെ നഗ്നത വെളിവാകാതെ തൻ്റെ നീതിയുടെ വസ്ത്രത്താൽ നമ്മെ മറച്ചതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദാരിദ്ര്യം അകറ്റുവാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നമുക്ക് അവിടുന്ന് നൽകി. നമ്മുടെ അന്ധത അകറ്റുവാൻ അവിടുത്തെ ലേപം നമ്മുടെ കണ്ണുകളിൽ പൂശി. ഈ ലോകത്തിൻ്റെ ദൈവം മൂടി വച്ചിരുന്ന നമ്മുടെ കണ്ണുകളെ, മനസ്സിൻ്റെ ദൃഷ്ടികളെ അങ്ങ് തുറന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം നമുക്ക് അവിടുന്ന് നൽകി. അതും പോരായിരുന്നു, വീണ്ടും ഹൃദയദൃഷ്ടി നമ്മുടേത് പ്രകാശിപ്പിക്കപ്പെടണമായിരുന്നു. അതും നമുക്ക് കർത്താവ് പ്രകാശിപ്പിച്ചു തന്നു. തന്നിമിത്തം അനേകർക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആത്മീയ സത്യങ്ങളെ തിരുവെഴുത്തുകളിൽ നിന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. നാമും ഒരിക്കൽ ഇന്നത്തെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ ജനതയെ പോലെ സത്യം അറിഞ്ഞെന്ന് അഭിമാനിച്ച്, പക്ഷേ സത്യത്തിൽ നിന്നും കാതങ്ങൾ അകലെയായി കഴിഞ്ഞിരുന്നവരാണ്. ദൈവം നമുക്ക് തന്ന ഉൾക്കാഴ്ചകൾക്കായി ദൈവത്തിന് സ്തോത്രം. തൃപ്തരാകരുത്. ഇനിയുമുണ്ട് നമുക്കറിയുവാൻ, ഇനിയുമുണ്ട് നമുക്ക് പഠിക്കുവാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്നില്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കുവാൻ കഴിയില്ല. നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നവനല്ലല്ലോ നമ്മുടെ ദൈവം. സ്തോത്രം. ആവർത്തിക്കുന്നു, കാലാതീതനായ ദൈവത്തെ കാലത്തിനകത്ത് ഒരു പൊട്ടായിട്ടുള്ള ഒരു പൊട്ടുപോലെ മാത്രമുള്ള മനുഷ്യന് ഗ്രഹിക്കുവാൻ അസാധ്യമാണ്. എങ്കിലും നമുക്ക് അവിടുന്ന് തന്നിട്ടുള്ള ദൈവിക വെളിപ്പാടുകൾക്കായി ദൈവത്തിന് സ്തോത്രം. ആ മഹോന്നതനായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കാലത്തിനകത്തേക്ക് തന്നെ പരിമിതപ്പെടുത്തി പ്രത്യക്ഷപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവേശുവിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നാം നിരന്തരം ആ വെളിപ്പാടിൽ നടക്കുവാൻ, ആ സുവിശേഷത്തിൻ്റെ തേജസ്സിൽ സഞ്ചരിപ്പാൻ പിന്നെയും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്തോത്രം. മുഖവുരയ്ക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചു വന്നിരുന്ന
ആ ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നമ്മൾ എബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മൾ അവിടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിരുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളന്ന് ഒന്ന് വായിച്ചു വിടുകയായിരുന്നു, ഒന്ന് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. എണ്ണത്തിൽ പലർക്കും വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. അതിൻ്റെ ക്രമത്തിലല്ല പിന്നെ നമ്മൾ ഓരോന്നെടുത്ത് പഠിച്ചത് എന്നും എനിക്കറിയാം. ഓരോ വിഷയങ്ങൾ വന്ന രീതിയിൽ നമ്മളങ്ങ് പറഞ്ഞും വിശദീകരിച്ചും പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെയും മിനിയാന്നത്തെ പകുതിയോളം സമയവും നമ്മൾ ചിന്തിച്ചത് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. പിതാവായ ദൈവം തന്നെ പുത്രനോട് പറയുന്നു, നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്ക. എപ്പോൾ വരെ? എന്തിനു വേണ്ടി? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം. നമ്മൾ കണ്ടു, കർത്താവായ യേശു ക്രൂശിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും നാമങ്ങളെയും ഒക്കെ ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കി. ജീസസ് കോൺകേർഡ് സിൻ, ഡെത്ത്, all natural powers, all spiritual principalities, all the names, whether in this world or in the world to come. Christ conquered them all. He conquered them not in his omnipotence of deity, but as a human in his humanity on behalf of the entire human world. നമ്മൾ പല വാക്യങ്ങൾ എടുത്ത് കണ്ടതുപോലെ കർത്താവായ യേശു കാൽവറിയിൽ തൻ്റെ മരണത്താലും തൻ്റെ പുനരുത്ഥാനത്താലും സകലത്തെയും ജയിച്ചടക്കി, സകലത്തിൻ്റെ മേലും ജയം കൊണ്ടാടി, ജയോത്സവം മുഴക്കി. സ്തോത്രം. യേശു പാപത്തെയും പിശാചിനെയും മരണത്തെയും ദ്രവത്വത്തെയും മത രാഷ്ട്രീയ ലൗകിക പൈശാചിക ശക്തികളെയും എല്ലാം ജയിച്ചടക്കിയത് ദൈവം എന്ന പരമാധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ല. സ്തോത്രം. സകല മാനവജാതിയുടെയും പ്രതിനിധി എന്ന വണ്ണം തൻ്റെ മനുഷ്യത്വത്തിലായിരുന്നു, തൻ്റെ മരണത്താലായിരുന്നു. സ്തോത്രം. ആവർത്തിച്ചോട്ടെ, യേശുക്രിസ്തുവിൻ്റെ ജയഭേരി അല്ലെങ്കിൽ ജയോത്സവം, തൻ്റെ ശത്രുക്കളുടെ മേൽ ക്രിസ്തു കൊണ്ടാടിയ ജയോത്സവം തൻ്റെ ദൈവത്വത്തിൻ്റെ അധികാരം കൊണ്ടായിരുന്നില്ല. സ്തോത്രം. പകരം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന വണ്ണം നമുക്ക് പകരം ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ
നിവർത്തിച്ചുകൊണ്ടായിരുന്നു. അത് കർത്താവ് ചെയ്തത് തൻ്റെ മനുഷ്യത്വത്തിലാണ്. തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തിലും തൻ്റെ ദൈവത്വത്തിൻ്റെ അധികാരത്തിലും ഈ ജയം ആഘോഷിച്ചാൽ മതിയായിരുന്നു എങ്കിൽ യേശുവിന് മനുഷ്യജന്മം എടുക്കേണ്ടതായി വരില്ലായിരുന്നു. സ്തോത്രം. സംശയമില്ലല്ലോ? സ്തോത്രം. അപ്പോൾ ക്രിസ്തു നമുക്ക് പകരമായിട്ടാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്തു? നമുക്ക് പകരമായിട്ട് കർത്താവ് എന്താ ചെയ്തത്? ഏറ്റവും ആദ്യം ചെയ്തത് എന്താണ് നമുക്കറിയാമല്ലോ. ഒന്ന് കൂടെ വരുമോ? സ്തോത്രം. നമുക്ക് പകരമായി യേശു ക്രിസ്തു ആദ്യം ചെയ്തത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം. എന്തുവാ ദൈവത്തിൻ്റെ ന്യായപ്രമാണം? പൗലോസ് നമുക്ക് ചിരപരിചിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. എന്താണ്? കൊലോസ്യർ 2:14 വാക്യം. Colossians 2:14. There we see a definition of the Nyaya Pramanam, law of Moses. It was actually not the law of Moses, but it is the law of the Lord. നമുക്കറിയാമല്ലോ, മനപ്പാഠമാണെങ്കിലും വായിച്ചേരെ. Blotting out the handwriting of ordinances that was against us, which was contrary to us, and took it out of the way, nailing it to the cross. Praise God. Ordinances. 13 കൂടെ ഒന്ന് വായിച്ചേക്കും ആൻറ്റി. 13 ലാസ്റ്റ് തൊട്ടത് തുടങ്ങുന്നത്. And you being dead in your sins and the uncircumcision of your flesh, hath he quickened together with him, having forgiven you all trespasses. Blotting out the handwriting of ordinances. Yes. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഇവിടെ വിളിക്കുന്നത് എന്താണ്? ഓർഡിനൻസസ്. ചട്ടങ്ങൾ. ചട്ടങ്ങൾ, വിധികൾ, കൽപ്പനകൾ. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം, ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം സങ്കീർത്തന പുസ്തകം. ആ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം 119 അധ്യായമെന്ന് സങ്കീർത്തനങ്ങളെ വിളിക്കാറില്ല, കാരണം ഓരോ സങ്കീർത്തനവും വ്യത്യസ്തമായതുകൊണ്ട്. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 150 സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ സങ്കീർത്തനം 119. ഈ 119 സങ്കീർത്തനം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വചനത്തെക്കുറിച്ചാണ്. വചനത്തെക്കുറിച്ച്. അതിനകത്ത് വചനത്തെക്കുറിച്ച് ഏതാണ്ട് 8ഓളം പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്. 8ഓളം പേരുകൾ ഏതാണ്ടൊക്കെ എല്ലാ ഖണ്ഡികകളിലും ഉണ്ട്. 8 വാക്യങ്ങൾ വീതമുള്ള ഖണ്ഡികകളാണല്ലോ. എവ്രി പാരഗ്രാഫ്. Psalm 119,
Every paragraph has 8 verses each. അതിലൊക്കെ നമുക്ക് ഏകദേശം 8ഓളം പേരുകൾ കാണാം. ഒന്നാമത്തെ വാക്യത്തിലുണ്ട് ന്യായപ്രമാണം. രണ്ടാമത്തെ വാക്യത്തിലുണ്ട് സാക്ഷ്യങ്ങൾ. സ്തോത്രം. പിന്നെ എഗെയിൻ 4-ാം വാക്യത്തിൽ പ്രമാണങ്ങൾ. 5-ാം വാക്യത്തിൽ ചട്ടങ്ങൾ. 6-ാം വാക്യത്തിൽ കൽപ്പനകൾ. 7-ാം വാക്യത്തിൽ നീതിയുള്ള വിധികൾ. സ്തോത്രം. ഇങ്ങനെ ഓരോ ഖണ്ഡികകളിലും ദൈവവചനത്തെക്കുറിച്ചുള്ള വിവിധ പേരുകളുണ്ട്. പ്രത്യേകാൽ ന്യായപ്രമാണത്തെക്കുറിച്ച്. ന്യായപ്രമാണം എന്നത് നമുക്കറിയാം, മോശയിക പഞ്ചഗ്രന്ഥങ്ങളെയാണ് ന്യായപ്രമാണമെന്ന് വിളിക്കുന്നത്. മൊസൈക് പെന്റാറ്റുക്, 5 books written by Moses, Genesis to Deuteronomy. They are called the Pentateuch, and they also are known as the Torah. ന്യായപ്രമാണം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി തൊട്ട് ആവർത്തന പുസ്തകം വരെ, അതിനെ മൊത്തം കൂടെ വിളിക്കുന്ന പേരാണ് ന്യായപ്രമാണം. പ്രത്യേകാൽ പുറപ്പാട് പുസ്തകം ഏതാണ്ട് 19-ാം അധ്യായം മുതൽ നമുക്കങ്ങോട്ട് ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രമാണങ്ങളെ കാണാം. മോശയ്ക്കല്ല, മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൈമാറിയ പ്രമാണങ്ങൾ. ഇവയാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിന് കൊടുത്തിട്ടുള്ള പേരുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനകത്ത് നോക്കണേ, പ്രമാണം, പിന്നെ ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ. അപ്പം പ്രമാണം എന്നായാലും ചട്ടമെന്നായാലും കൽപ്പനയെന്നായാലും വിധി എന്നായാലും ഒക്കെ എന്താണ് അതിൻ്റെ അർത്ഥം? നാം അനുസരിക്കേണ്ടതിന് ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്ന വ്യവസ്ഥകൾ. അതിനെയാണ് നീതിയുള്ള വിധികൾ എന്ന് പറയുന്നത്. അതാണ് നാം കൊലോസ്യർ 2:14 വായിച്ചത്. എന്താ അവിടെ നമ്മൾ കണ്ടത്? ഓർഡിനൻസസ്, ചട്ടങ്ങൾ, അല്ലേ? സ്തോത്രം. ചട്ടങ്ങളും വിധികളും ദൈവം മനുഷ്യന് വേണ്ടി പുറപ്പെടുവിച്ചിരുന്നു. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതുപോലെ മനുഷ്യരാശിയിലെ ഏറ്റവും എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന യഹൂദനെ അത് ഭരമേൽപ്പിച്ചു. 15 പതിറ്റാണ്ടുകൾ, 1500 വർഷങ്ങൾ അവർ പരിശ്രമിച്ചിട്ടും ആർക്കും അത് നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല. അതാണ് കൊലോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി. അത് ആരായിട്ട് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ദൈവമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്നാ കരുതുന്നേ.
പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം ദൂതന്മാരെ തള്ളിയതുപോലെ തള്ളിയില്ല. അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നരകമൊരുക്കിയ ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി കാൽവറി ക്രൂശ് ഒരുക്കി. സ്തോത്രം. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് മാനസാന്തരത്തിന് അവസരം കൊടുക്കാഞ്ഞ ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നമുക്ക് മാനസാന്തരത്തിന് അവസരം തന്നു. പാപം ചെയ്ത ദൂതന്മാരെ വീണ്ടെടുക്കാൻ പ്രസാദിക്കാതിരുന്ന ദൈവം പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി മനുഷ്യ സൃഷ്ടിക്കും മുമ്പ് തന്നെ ഒരുക്കി. സ്തോത്രം. മനുഷ്യ സൃഷ്ടിക്കും മുമ്പേ ഒരുക്കി. കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ശ്രേഷ്ഠനായിത്തീർന്നു. എങ്ങനെ എന്നുള്ള കാര്യമാണ് നാം ഒന്നും കൂടെ വിശദീകരിക്കുന്നത്. സ്തോത്രം. വേണമെങ്കിൽ 1-ാം അധ്യായം 4 മുതൽ 2-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വാക്യങ്ങളെ എടുത്തുകൊണ്ട് തന്നെ ഈ ആശയം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആശയം പറഞ്ഞത് യേശുക്രിസ്തു ക്രൂശിലാണ് തൻ്റെ സകല ശത്രുക്കളെയും കീഴാക്കിയത്. നമ്മൾ ഇന്നലെ വരെ പഠിച്ച ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തു ഭാഗത്തിരിക്ക എന്ന് ക്രിസ്തുവിനോട്, പുത്രനോട് പിതാവ് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നും ഒന്നും കൂടെ നോക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ കണ്ടത് യേശുക്രിസ്തു ശത്രുക്കളെ ജയിച്ചു. ആ ജയിച്ചത് ക്രൂശിലാണ്. ക്രൂശിൽ യേശു ശത്രുക്കളെ ജയിച്ചത് തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വത്തിലല്ല, തൻ്റെ മനുഷ്യത്വത്തിന്റെ താഴ്ചയിലാണ്. സ്തോത്രം. Jesus Christ conquered all of his foes that was on the cross, but he did not conquer his enemies in the majesty of his deity, but in the humility of his humanity. സ്തോത്രം. സംശയമില്ലല്ലോ? കൺഫ്യൂഷനും സംശയം ഒന്നുമില്ലേ? വല്ലതും ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കല്ലേ. സ്തോത്രം. യെസും നോയും ഒന്നും വരുന്നില്ല. മുമ്പോട്ട് പോകട്ടോ അതോ കൂടുതൽ വിശദീകരിക്കണോ? മുമ്പോട്ട് പോകാം. ഓക്കെ. കാരണം തെറ്റായി ധരിച്ചാൽ ദുരുപദേശങ്ങളാകും. അതാകാതിരിക്കാനാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നതും ചോദിക്കുന്നതും. ഒടുവിൽ പറഞ്ഞ വാചകം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. യേശു തൻ്റെ സകല ശത്രുക്കളെയും ജയിച്ചു. ജയിച്ചത് ക്രൂശിലാണ്.
എന്നാൽ ക്രിസ്തു ക്രൂശിൽ സകല ശത്രുക്കളെയും ജയിച്ചത് തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തിലല്ല, പ്രത്യുത തൻ്റെ മനുഷ്യത്വത്തിൻ്റെ താഴ്ചയിലായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ നമുക്ക് പകരമായിട്ടാണ് അത് ചെയ്തത്. നമ്മളാരും ദൈവങ്ങളല്ല. നമ്മളിനി എത്ര ഉയർന്നാലും ദൈവങ്ങളാകത്തില്ല. വരുവാനുള്ള ലോകത്തിൽ നമ്മൾ യേശുവിനെ പോലെയാകും. എന്നാലും നാം ആരും യേശു ആകത്തില്ല. നമ്മളെല്ലാവരും കർത്താവിനോട് അനുരൂപരാകും. പക്ഷേ നാം ആരും കർത്താവാകത്തില്ല. നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമ ധരിക്കും. പക്ഷെ നമ്മൾ കേവലം പ്രതിമകൾ മാത്രമായിരിക്കും. ജീവനില്ലാത്ത പ്രതിമയല്ല, ക്രിസ്തുവിനെ പോലെ തന്നെ ഉള്ളവർ. സ്തോത്രം. അതുകൊണ്ടാണ് നാം യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ഏകജാതനെന്ന് എടുത്തെടുത്തെടുത്തു പഠിച്ചത്, ഒന്നിലധികം ക്ലാസ്സുകളിൽ ആവർത്തിച്ചു പറയുന്നത്. അപ്പൊ നാം ആരും ദൈവങ്ങളല്ല. നാം എല്ലാവരും മനുഷ്യരായിരുന്നു. ഇപ്പോഴും അങ്ങനെ, മേലിലും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് പാപത്തിൽ വീണുപോയ, പാപം നിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം ദൂതന്മാരെ തള്ളിയതുപോലെ തള്ളിയില്ല. നമുക്ക് മാനസാന്തരത്തിന് അവസരം തന്നു, നമ്മെ വീണ്ടെടുക്കുവാൻ പദ്ധതി ഒരുക്കി. അതും എപ്പോൾ? നമ്മുടെ സൃഷ്ടിക്ക് മുമ്പേ. സ്തോത്രം. അതിൻ്റെ ഭാഗമായി ദൈവം വീണ്ടെടുപ്പിന്റെ നിയമവും നമുക്ക് തന്നു. ലേവ്യ 25-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ നിയമം, അതും നമ്മൾ വെളിപ്പാട് 5-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്കു മാത്രമേ കഴിയൂ? മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ചട്ടമാണ്, നിയമമാണ്. അത് ചെയ്യാനായിട്ട് ദൈവം തൻ്റെ പ്രമാണങ്ങളെല്ലാം ന്യായപ്രമാണമാക്കി, ചട്ടങ്ങളും വിധികളും കൽപ്പനകളുമാക്കി നമുക്ക് ഇങ്ങോട്ടിങ്ങ് കൈമാറി. നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന് 1500 വർഷം അതിൽ കയ്യിൽ കൊണ്ട് നടന്നിട്ടും നിവർത്തിക്കുവാൻ ഒരൊറ്റ മനുഷ്യനെ കൊണ്ടുപോലും സാധിച്ചില്ല. അതിലേറ്റവും ഒന്നാമനായിരുന്ന മോശ മുതൽ ഏറ്റവും ഒടുവിലത്തെ മഹാനായ സ്നാപകൻ വരെ ആർക്കും അത് നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചിരുന്നു, 3-ാം അധ്യായത്തിൽ നിന്ന്, അനുസരിപ്പാൻ അഥവാ പ്രമാണിപ്പാൻ കഴിയുന്ന, ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം തന്നിരുന്നെങ്കിൽ നമ്മളതുകൊണ്ട് ജീവിച്ചു പോയേനെ. പക്ഷേ അങ്ങനെയല്ല ദൈവം തന്നത്. കാരണം ദൈവത്തിൻ്റെ ചില ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോഴേ അവരുടെ ചോദ്യപേപ്പറിന് ഉത്തരം കൊടുക്കാൻ പല വിദ്യാർത്ഥികൾക്കും പ്രയാസമാണ്. അവര് നേരിട്ട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കത്തില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഞങ്ങളെ സെമിനാരിയിലും പഠിപ്പിച്ച ചില അധ്യാപകന്മാരുണ്ടായിരുന്നു. അതും ഫസ്റ്റ് ഇയറിൽ. ഞാനൊക്കെ ആണെങ്കിൽ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് അങ്ങോട്ട് പോയതാ. എങ്ങനെയോ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പം ഇംഗ്ലീഷ് മീഡിയമായി എടുത്തത്.
പലരും പറഞ്ഞതാ എടുക്കരുത് എടുക്കരുത് പെട്ടുപോകുമെന്ന്. എന്നാലും അന്നേരത്തെ ഒരു ഭൂതിക്ക് അതങ്ങെടുത്തു. പിന്നെ പലപ്പോഴും ചിന്തിച്ചു അവർ പറഞ്ഞത് ശരിയായിരുന്നു. അങ്ങനെ സ്വന്തം പേര് പോലും തെറ്റാതെ എഴുതാൻ ഇംഗ്ലീഷിൽ അറിയാൻ വയ്യാത്ത എന്നെ പോലെയുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അധികം പേരും. അധികം എന്ന് പറഞ്ഞ ഒരു 95%. ഞങ്ങളുടെ അടുക്കലാണ് തിയോളജിയിലും തിയോളജിക്കൽ സ്റ്റഡീസിലൊക്കെ മാസ്റ്റേഴ്സും ഒക്കെയുള്ള സെക്യുലർ ചിലരാണെങ്കിലും 1-2 മാസ്റ്റേഴ്സും തിയോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ളവർ വന്ന് പഠിപ്പിക്കുന്നത്. അവരവരുടെ നിലവാരം വെച്ചാണ് പഠിപ്പിച്ചത്. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കല്ലാതെ ഒരു രക്ഷയില്ല. അവരുടെ നിലവാരത്തിലാ. അവരുടെ നിലവാരത്തിൽ. അപ്പം ദൈവം നമുക്ക് ചോദ്യപേപ്പർ ഇട്ടത്, ദൈവം നമുക്ക് പ്രമാണങ്ങൾ വെച്ചത് നമ്മുടെ നിലവാരത്തിലായിരുന്നില്ല, ദൈവത്തിന്റെ നിലവാരത്തിലായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ നിലവാരത്തിലായിരുന്നു. അത് നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. ദൈവം എന്താ നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് ചോദ്യപേപ്പർ ഇടാഞ്ഞത്, അല്ലെങ്കിൽ പ്രമാണം തരാതിരുന്നത്? നമ്മൾ അതിന് ഉത്തരം കണ്ടിരുന്നു. മനുഷ്യന്റെ നിസ്സഹായത നമ്മെ ധരിപ്പിക്കണം. പക്ഷെ അങ്ങനെയേ നമ്മുടെ നിസ്സഹായതയിൽ, ബലഹീനതയിൽ നമ്മളെ വിട്ടുകളയാൻ ദൈവം ആഗ്രഹിച്ചില്ല. നമുക്ക് നിവർത്തിക്കാൻ കഴിയാത്ത, അനുസരിക്കുവാൻ കഴിയാത്ത ഒരു പ്രമാണം ദൈവത്തിന്റെ നിലവാരത്തിൽ തന്നെങ്കിൽ, സ്തോത്രം, അതേ നിലവാരത്തിൽ അത് അനുസരിക്കുന്നതിന്, നിവർത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും കൂടെ ദൈവം ഒരുക്കിയിരുന്നു. ആ പദ്ധതിയുടെ ക്രമമനുസരിച്ചാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. അതുകൊണ്ടാ ദൈവത്വത്തിന്റെ മഹത്വത്തിലല്ല, മനുഷ്യത്വത്തിന്റെ താഴ്ചയിലത്രേ ക്രൂശിലേശു ജയമെടുത്തതെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ യേശു ക്രൂശിൽ ജയിച്ചു, സകലത്തെയും ജയിച്ചു. അതിൽ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഏറ്റവും ആദ്യം ക്രിസ്തു നമുക്ക് പകരം നിവർത്തിച്ചത് എന്ത്? ഒറ്റ വാക്കിലെ ഉത്തരം. എന്തുവാ നിവർത്തിച്ചത്? മനസ്സിലായെങ്കിൽ പറഞ്ഞാട്ടെ. ന്യായപ്രമാണം. 1500 വർഷമായി കയ്യിൽ കൊണ്ട് നടന്നിട്ട് മോശ തുടങ്ങി ഇങ്ങോട്ടുള്ളവർക്കാർക്കും നിവർത്തിപ്പാൻ കഴിയാതെ പൂർണ്ണമായി പരാജയപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യജാതിക്ക് വേണ്ടി ക്രിസ്തു ഏറ്റവും ആദ്യം ചെയ്തത് ന്യായപ്രമാണം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് യോർദാൻ നദിയിൽ ആരംഭിച്ചു. സ്നാപക യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യേശു കടന്നു ചെല്ലുമ്പോൾ ഞാൻ കരുതുന്നത് യോഹന്നാൻ നിന്ന് വിറച്ചിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ കണ്ഠമിടറി കാണും. ഒരുപക്ഷെ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട്, ആ യോർദാൻ നദിയിൽ നിന്നുകൊണ്ട് യോർദാനിലേക്ക് സ്നാനമേൽക്കുവാൻ ഇറങ്ങി വരുന്ന മനുഷ്യപുത്രന്റെ മുമ്പിൽ യോഹന്നാൻ യോർദാനിൽ തന്നെ മുട്ടുകുത്തിക്കാണാൻ അസാധ്യത. എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാ. കാരണം യോഹന്നാൻ അറിയാമായിരുന്നു ഈ വരുന്നത് ആരാണെന്ന്. വേറെ ആർക്കും അറിയില്ല. മറിയയ്ക്ക് പോലും വേണ്ടത്ര അറിവില്ല. മറിയോടും ഗബ്രിയേൽ തുടങ്ങി
ശിമയോനുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും യോഹന്നാന് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നുവോ എന്ന് സംശയിക്കുന്നു. കാരണം മറിയയോടും യോസേഫിനോടുമൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ദൂതനും ശിമയോനും ഒക്കെയാണ്. എന്നാൽ യോഹന്നാനോട് യേശുവിനെ പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയത് ആരാ? സ്നാപകൻ തന്നെ പറയുന്നുണ്ട്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ. അപ്പോൾ ദൈവം നേരിട്ടാണ് യേശുവിനെ യോഹന്നാനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് യോഹന്നാൻ അറിയാം ഈ വരുന്നത് ആരാണെന്ന്. മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഒക്കത്തില്ലെങ്കിലും ദൈവത്വത്തിൻ്റെ മഹത്വം മുഴുവനും പൊതിഞ്ഞു വച്ചിരിക്കുന്ന സാക്ഷാൽ സ്രഷ്ടാവായ ദൈവം ഇറങ്ങി വരികയാ. കേവലം മനുഷ്യനായ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ. അല്ലല്ല, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞത് നമുക്കറിയാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആരുടെ നീതി നിവർത്തിക്കുന്ന കാര്യമാത്? ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. പൊതുവെ നമ്മൾ കേൾക്കുന്നത് അത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുക എന്നാണ്. അല്ല, മനുഷ്യന്റെ നീതി. എങ്ങനെ? എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ന്യായമായി ഉചിതമായി ചെയ്യേണ്ടത്. ഈ സ്നാനമേൽക്കുക എന്നത് ആര് ചെയ്യേണ്ട കാര്യമാ? സ്നാനം, യേശുവേറ്റ സ്നാനം മാനസാന്തര സ്നാനമാണ്. അപ്പോൾ മാനസാന്തരപ്പെടുക, അതിൻ്റെ ബാഹ്യ അടയാളമായി വെള്ളത്തിൽ ആ പ്രമാണം അനുസരിച്ച് മുങ്ങുക, ഇത് ആര് നിവർത്തിക്കേണ്ട നീതിയാണ്? ദൈവമോ മനുഷ്യനോ? മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നാനം എന്നത് ദൈവത്തിൻ്റെ നീതിയല്ല, മനുഷ്യന്റെ നീതിയാണ്. യേശു അത് യോർദാനിൽ യോഹന്നാനാൽ സ്നാനമേറ്റത് നമുക്ക് പകരമായിട്ടാണ്. മനുഷ്യൻ ചെയ്യേണ്ടതിന് പകരം. യേശുവിനത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കുപ്പായത്തിൽ യേശു കയറി നിന്നപ്പോൾ, നമ്മുടെ ഷൂസിൽ യേശു കയറി നിന്നപ്പോൾ, നമുക്ക് പകരമായി ആ മാനസാന്തരത്തിന്റെ പ്രതീകമായിട്ട് കർത്താവ് അത് ചെയ്തു എന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ നിവർത്തിക്കേണ്ടതല്ല, യേശു ചെയ്തു. സ്നാനം തുടങ്ങി ക്രൂശിൽ മരിച്ചതുവരെ, സ്നാനം തുടങ്ങി ക്രൂശിൽ മരിച്ചതുവരെ ഉള്ള 3 വർഷത്തിൽ പരം യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് പകരം ന്യായപ്രമാണം നിവർത്തിക്കുന്ന ജീവിതമായിരുന്നു. എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ചാരിതാർത്ഥ്യത്തോടെ യേശു വിളിച്ചു പറഞ്ഞത്, ഫിനിഷ്ഡ്, നിവൃത്തിയായി. പല അർത്ഥങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ എടുക്കാവുന്നത്, സ്തോത്രം, ആ ടെറ്റലസ്റ്റായി എന്ന പദത്തിന്റെ അർത്ഥവും നമ്മൾ കണ്ടിരുന്നു നേരത്തെ. ഓർമ്മയുണ്ടോ? കടച്ചീട്ട് കൊടുത്തു തീർക്കുന്നതിന് പറയുന്ന പേരായിരുന്നു ടെറ്റലസ്റ്റായി, കടച്ചീട്ട്. എൻ്റെ പേരിലുള്ള കടം, കടച്ചീട്ടെന്ന് പറഞ്ഞാൽ
a debt receipt, a debt receipt, which I was owed to pay out. I was owing to someone. ആർക്കോ ഞാൻ കടപ്പെട്ടിരുന്നത്, എൻ്റെ പേരിലുള്ള കടം. അതിന് പറയുന്ന പേരാണ് കടച്ചീട്ട്. എൻ്റെ പേരിലെ റെസിപ്റ്റ്, ബില്ല്, എൻ്റെ പേരിലെ ബില്ല്. ആ ബില്ല് മുഴുവനും കൊടുത്ത് തീർത്ത് കടം മുഴുവനും ഒടുക്കി, അല്ലെങ്കിൽ പെനാൽറ്റി മുഴുവനും കൊടുത്തു. അതിന് പറയുന്ന പേരായിരുന്നു, അല്ലെങ്കിൽ പദമായിരുന്നു ടെറ്റലസ്റ്റായി. ആ പദമാണ് യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞ് ചെയ്തത്. എന്ന് വെച്ചാൽ മാനവജാതിയുടെ പേരിൽ ദൈവം കണക്കിട്ടിരുന്ന മുഴുവൻ കടവും യേശു കൊടുത്തു തീർത്തു. സ്തോത്രം. On behalf of man, Jesus completely done with what human beings were ought to do before the righteous ordinances or statutes of God. ദൈവത്തിൻ്റെ നീതിയുള്ള വിധി പാപികളായ മനുഷ്യരിൽ നിന്നും എന്ത് കോംപ്രമൈസ് ഇല്ലാതെ, അനുരഞ്ജനമില്ലാതെ ആവശ്യപ്പെട്ടുവോ, അത് മുഴുവനും നമുക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് കൊടുത്തു തീർത്തു എന്നാണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. അതിൻ്റെ മറ്റൊരു പ്രതീകവും കൂടെ നമുക്ക് ഗെത്സമനയിൽ കാണാം. ഗെത്സമനയിൽ മഹാപുരോഹിതന്മാരും അവരുടെ പട്ടാളക്കാരും എല്ലാം കൂടെ, റോമൻ പട്ടാളക്കാരും ഇവിടെ വന്നില്ല കേട്ടോ. ഗെത്സമനയിൽ യേശുവിനെ പിടിക്കാൻ വന്നത് റോമൻ പട്ടാളക്കാരല്ല, പള്ളിപ്പട്ടാളക്കാരാ, ടെമ്പിൾ സോൾജിയേഴ്സ്, along with the head, the religious head of Jews, high priest. സ്തോത്രം. പള്ളിപ്പട്ടാളക്കാരായ യേശുവിനെ പിടിക്കാൻ ഗെത്സമനയിൽ വന്നത്, റോമൻ പട്ടാളക്കാരല്ല. റോമക്കാരെ കയ്യഫാവും ഹന്നാവും ഒക്കെ കൂടെ വെളുപ്പാങ്കാലത്താ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അതുവരെ യഹൂദന്മാർ തന്നെ യേശുവിനെ കൈകാര്യം ചെയ്തത്. അവരെല്ലാവരും കൂടെ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ 11 ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകിൽ ഇങ്ങനെ ഈ തള്ളക്കോഴിയുടെ പള്ളക്കീഴിൽ ഒളിച്ചിരിക്കുന്ന കുഞ്ഞുകോഴികളെ പോലെ ഇങ്ങനെ പുറകിൽ, എനിക്ക് തോന്നുന്നു ഭാവനയിലാണ്, ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. മുമ്പോട്ടൊന്നും നെഞ്ചു വിരിച്ചാരും വന്നിട്ടില്ല. എല്ലാവരും നിന്റെ കൂടെ മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ് ഉൾപ്പെടെയുള്ളവർ ഒന്ന് വലിഞ്ഞു നിൽക്കുക. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെയാ. നിങ്ങൾ, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ, let them go. ഇനിയിപ്പം ഞാൻ തന്നെ ഇടപെട്ടാൽ മതിയല്ലോ, ഇവരാരും ഇടപെടണ്ടായല്ലോ. സ്തോത്രം. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ ഗെത്സമനയിലും ശിഷ്യന്മാരെ മുഴുവനും മാറ്റി നിർത്തി. അവരെ വെറുതെ വിട്ടു, പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് യേശു മാത്രം മുമ്പോട്ട് എന്ന് അറസ്റ്റ് വരിച്ചു. ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഒരു പരമകാഷ്ഠയാണ് ക്രൂശൽ. നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ ന്യായപ്രമാണം മുഴുവനും നിവർത്തിച്ചിട്ട്, സ്തോത്രം,
ദിഗന്ധങ്ങൾ പിളരുമാറ് വിളിച്ചു പറഞ്ഞു, നിവൃത്തിയായി. സ്തോത്രം. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ വിസ്പർ. കർത്താവിൻ വെറുതെ ചുണ്ടനക്കിയതല്ലത്. കഴിഞ്ഞ സന്ധ്യ മുതൽ രക്തം വിയർത്ത് ഡീഹൈഡ്രേറ്റ് ആയിരിക്കുന്ന യേശുവാണെന്ന് എനിക്കറിയാം. ദാവീദ് പ്രവചിക്കുന്നത് പോലെ നാക്ക് അണ്ണാക്കോട് വറ്റിയിരിക്കുന്ന ദാഹം കൊണ്ട് വലഞ്ഞ യേശുവാണെന്നും എനിക്കറിയാം. നാക്ക് ഉണങ്ങിയാൽ സംസാരിക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളയാളാണ് ഞാൻ. അതും എനിക്കറിയാം. വേണ്ടതുപോലെ ശബ്ദം പുറത്തു വരില്ല, ഒക്കെ അറിയാമെങ്കിലും സ്തോത്രം, ദൈവപുത്രൻ ക്രൂശിൽ മരണവേദനയിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, വിജയശ്രീലാളിതനായി വിളിച്ചു പറഞ്ഞ കാര്യമാണ്, നിവൃത്തിയായി. ഇത്രയുമൊക്കെയുള്ള പരിമിതികൾ യേശുവിനുണ്ടായിരുന്നെങ്കിലും ദാഹം കൊണ്ട് നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുകയായിരുന്നെങ്കിലും സർവശക്തിയും ഉപയോഗിച്ച് മുഴുപ്രപഞ്ചത്തിലും പ്രകമ്പനം കൊള്ളത്തക്കവണ്ണം വിളിച്ചു പറഞ്ഞ കാര്യമാണ്, നിവൃത്തിയായി. അതെ, യേശു സകല ശത്രുക്കളെയും ക്രൂശിൽ ജയിച്ചത് തൻ്റെ ദൈവത്വത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും മഹത്വത്തിലുമായിരുന്നില്ല. പകരം തൻ്റെ മനുഷ്യത്വത്തിൻ്റെ താഴ്ചയിലായിരുന്നു. എങ്ങനെ? പാപം ചെയ്തു പോയ മനുഷ്യന് പകരം ദൈവത്തിൻ്റെ മുഴുവൻ പ്രമാണങ്ങളെയും അനുസരിച്ചുകൊണ്ട്, നിവർത്തിച്ചുകൊണ്ട്. സ്തോത്രം. പാപം ചെയ്ത ദേഹി മരിക്കണമെന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് യേശു ഏറ്റെടുക്കുകയായിരുന്നു. ഇതാ കർത്താവേ, പിതാവേ, പാപം ചെയ്ത സകല മനുഷ്യരുടെയും പാപം ഞാൻ എൻ്റെ മേൽ ഏറ്റുകൊണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഞാൻ അവർക്ക് വേണ്ടി വരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവമായ യേശുവിന് കീഴ്പ്പെടാത്തതൊന്നുമില്ല. അത് യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. എന്നാൽ മനുഷ്യനായ യേശുവിന് ഇന്നും പലതും കീഴ്പ്പെട്ടു വരാനുണ്ട്. അവയെ തോൽപ്പിക്കാഞ്ഞിട്ടല്ല, അവയെ നീക്കിക്കളയാഞ്ഞിട്ട്. അവയെ നീക്കിക്കളയാഞ്ഞത് എന്തുകൊണ്ട്? അവയ്ക്ക് ദൈവം അനുവദിച്ച ഒരു സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതെന്തിനാ അങ്ങനെ അനുവദിച്ചതെന്നൊന്നും ചോദിക്കാൻ നമുക്ക് അനുവാദമില്ല. സ്തോത്രം. ദൈവം തൻ്റെ പരമജ്ഞാനത്തിലും പരമ അധികാരത്തിലും ചെയ്ത കാര്യമാണ്. വി ഓൺലി ക്യാൻ അബൈഡ് ബൈ. നമുക്കതിന് കീഴ്പ്പെട്ടിരിക്കാനേ അനുവാദമുള്ളൂ. സ്തോത്രം. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയാണ്: അവയെ അന്നേ നീക്കിക്കളയാതിരുന്നത് എനിക്ക് കുറെ കൂടെ സമയം തന്നിരുന്നെങ്കിൽ ഞാൻ നിന്റെ പദ്ധതികളെയൊക്കെ തച്ചുടച്ചേനയുമായിരുന്നെന്ന് പിശാചിന് നരകത്തിൽ കിടന്നുകൊണ്ട് പോലും പറയാൻ അനുവാദം കൊടുക്കാതിരിക്കാനാണ്. സ്തോത്രം. ഒരുപക്ഷെ കർത്താവ് തന്നെ അങ്ങോട്ട് ചോദിച്ചു കാണും, ശരി, എൻ്റെ പദ്ധതികളെ തകർക്കാൻ നിനക്ക് എത്ര കാലം വേണമെന്ന്. ചിലപ്പോൾ അവൻ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കാണും, ഇത്രയും. തമ്പുരാൻ അനുവദിച്ചു, എന്നാ പിടിച്ചു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനിൽ നിന്ന് പുറപ്പെട്ട 6000 ഭൂതങ്ങൾ അടുത്ത പ്രദേശത്ത് മേഞ്ഞുകൊണ്ടിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ കർത്താവിനോട് അനുവാദം ചോദിക്കുകയും കർത്താവ് അനുവദിക്കുകയും ചെയ്തതുപോലെ ആകാം. ആണെന്നല്ല, ആകാം.
അതുകൊണ്ടാ ദുരാത്മബാധിതരൊക്കെ യേശുവിനോട് വിളിച്ചു പറഞ്ഞത്, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നോന്ന്. അവയ്ക്ക് അനുവദിച്ച സമയമുണ്ട്. അപ്പോൾ ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടിയെങ്കിലും കർത്താവ് ക്രൂശിൽ ജയിച്ച ശത്രുക്കളെ ഒന്നും ഇതുവരെ നീക്കിയിട്ടില്ലാത്തത് കൊണ്ട്, അതിനെ നീക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുള്ളത് കൊണ്ടും, ആ സമയം വരെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്ക എന്നാണ് പുത്രനോട് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഖണ്ഡനങ്ങളോ? അത് തന്നെയല്ലയോ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തുകളെ നീക്കിയെന്ന് പറയുന്നതും സെയിം അല്ലയോ? തീർച്ചയായിട്ടും. നമുക്ക് എതിരായിരുന്നു, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. യേശു കർത്താവ് അത് ദൈവത്വത്തിന്റെ അധികാരത്തിൽ ഇതെല്ലാം പറിച്ചു കളഞ്ഞേക്കാമെന്നും പറഞ്ഞ് പറിച്ചു കളഞ്ഞതല്ല. അതവൻ നിവർത്തിച്ചു നമുക്ക് പകരം. നിവർത്തിച്ചത് കൊണ്ട് ഇനിയും അതവിടെ വെച്ചേക്കുന്നില്ല, മാറ്റി. സ്തോത്രം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 13-ാം വാക്യത്തിന്റെ അവസാനത്തിൽ, കൊലോസ്യർ 2:13 അവസാനത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ, മലയാളത്തിൽ പരിഭാഷയിൽ അച്ചടിയിൽ ഒരല്പം പിശക് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലൊന്നും പ്രയാസമില്ല. പക്ഷെ മലയാളത്തിൽ അച്ചടിയിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു 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 കുനിപ്പോ ചുനുപ്പോ കുറവുണ്ട്. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ 14-ന്റെ തുടക്കം? കൊലോസ്യർ 2:14 തുടക്കം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ ക്ഷമിച്ചെന്നാണോ? ഇത് എന്റെ ക്ലിയർ അല്ല, ക്ഷമിച്ചാന്നേ കാണുന്നുള്ളൂ. എല്ലാത്തിലും അങ്ങനെയാ. പുതിയ പ്രിന്റിലെങ്ങാണം മാറ്റി വന്നെങ്കിലേ ഉള്ളൂ. മലയാളം ബൈബിളിലെ അച്ചടിയിൽ വന്ന പിശകാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ഷമിച്ച അവസാനത്തെ ഭാഗം ഇല്ല. ക്ഷമിച്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാ. അതിനാണ് 13-ന്റെ അവസാനം മുതലൊന്ന് വായിക്കണമെന്ന് പറഞ്ഞത്. സ്തോത്രം. 13 കൂടെ ചേർത്ത് വായിച്ച മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കറക്റ്റാ, കുഴപ്പമില്ല. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അവിടെ ആ സെന്റൻസ് തീർന്നു. അടുത്ത സെന്റൻസ് തുടങ്ങുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധം. അവിടെയാണ് മലയാളത്തിൽ ആശയം തെറ്റുന്നത്. ക്ഷമിച്ച എന്നല്ല, ക്ഷമിച്ചു എന്ന് വേണം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, അല്ലെങ്കിൽ ക്ഷമിച്ച് എന്ന്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നും കൂടെ വായിക്കാമോ? 13 കൂടെ ചേർത്ത്. And you who were dead in your trespasses and the uncircumcision of your flesh, God made alive together with him, having forgiven us all our trespasses, by cancelling having forgiven all our trespasses. Having forgiven, ക്ഷമിച്ചു. സ്തോത്രം. ആ ക്ഷമിച്ചു എന്ന ഒരു പ്രയോഗമാണ് നമുക്ക് മലയാളത്തിൽ ആ ഒരു അക്ഷരത്തിന്റെ ചെറിയ പെശകിൽ മിസ്സാകുന്നത്, നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ വാക്യം വായിക്കുമ്പം അർത്ഥം ശരിക്കും മനസ്സിലാകുന്നില്ല മലയാളത്തിൽ. having forgiven our trespasses, by cancelling the record of debt that stood against us with its legal demands. This he set aside, nailing it to the cross. കണ്ടോ, ലീഗൽ ഡിമാൻഡ്സ്.
അതിനെയാണ് ഓർഡിനൻസ് എന്ന് മറ്റൊരു വേർഷനിൽ നമ്മൾ വായിച്ചത്. ലീഗൽ ഡിമാൻഡ്സ്. Legal demands cannot be cancelled, especially by a justice, by a righteous person. നീതിയുള്ള ഒരാളിനെ കൊണ്ട് നീതിയുടെ ന്യായമായ ആവശ്യങ്ങളെ റദ്ദാക്കാൻ പറ്റില്ല. അതിനല്ലേ ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ബില്ലടിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. ഇത് പക്ഷേ അടിച്ചുപോയി, ഇനിയിപ്പം ഫുൾ പേയ്മെന്റ് നടത്തിയേ പറ്റും. പോലീസ് സ്റ്റേഷൻ വരെ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ വെച്ച് ക്ലിയർ ആക്കാമായിരുന്നു. ഇത് പക്ഷേ ഫയലായിപ്പോയി. സ്റ്റേഷനിൽ ചെന്നല്ലൊരു പറയും, കോടതിയിൽ പോയി കേസ്. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റേഷനിൽ വെച്ച് സ്റ്റേഷൻ ജാമ്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് നിർത്തായിരുന്നു. പോയി. അപ്പോൾ സിസ്റ്റത്തിൽ അത് കയറിയാൽ, ആ വ്യവസ്ഥയിലേക്ക് അത് ഉൾപ്പെട്ടാൽ, പിന്നെ അത് കൊടുത്തു തീർക്കുക എന്നല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. Legal demands. God legally demanded very many things from sinner man to get reconciled with God. But we were utterly failure in meeting the legal demands of God. There comes the human Jesus, the perfect man, fulfilling everything absolute perfectly on behalf of the failed humanity and purchasing the redemption. സ്തോത്രം. ദൈവത്തിൻ്റെ ആ നീതിയുള്ള വിധികളാണ് പാപികളായ മനുഷ്യന് നിവർത്തിപ്പാൻ കഴിയാതെ പോയത്. സ്തോത്രം. ദൈവം തൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമയിൽ നമ്മോട് ക്ഷമിച്ചു. പക്ഷേ എങ്ങനെയാ ക്ഷമിച്ചത്? സാരമില്ലെന്നും പറഞ്ഞങ്ങ് കളയായിരുന്നില്ല. ദൈവം തന്നെ നമ്മോട് തൻ്റെ നീതിയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളെ തൻ്റെ പുത്രനെ നമ്മുടെ സ്വരൂപത്തിൽ അയച്ച് നിവർത്തിച്ചുകൊണ്ടാണ് അത് ക്ഷമിച്ചത്. സ്തോത്രം. അപ്പം ഈ സകല ശത്രുക്കളെയും യേശുക്രിസ്തു ജയിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, മനുഷ്യൻ വീണുപോകുവാൻ, അടിമകളാകുവാൻ കാരണമായി തീർന്ന പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ടാണ്. സ്തോത്രം. അത് നടന്നത് ക്രൂശിലാണ്. അത് യേശു ചെയ്തത് മനുഷ്യപുത്രനായിട്ടാണ്. സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങളാൽ നമുക്ക് വിപരീതവും പ്രതികൂലവുമായിരുന്ന, വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു, ഇറേസ് ചെയ്തു, അബോളിഷ്ഡ്, നടുവിൽ നിന്ന് നീക്കി, നെയിൽഡ് ഓൺ ദ ക്രോസ്, ക്രൂശിന്മേൽ തറച്ചു. എത്ര മനോഹരമാ ദൈവത്തിൻ്റെ ആ വീണ്ടെടുപ്പിൻ പദ്ധതി, യേശുക്രിസ്തുവിൻ്റെ വിജയം. അങ്ങനെ ജയിച്ചെങ്കിലും ഇതുവരെ സകല ശത്രുക്കളെയും നീക്കിക്കളഞ്ഞിട്ടില്ല. അവയെ നീക്കിക്കളയാൻ വേണ്ടിയാണ് പുത്രൻ ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും?
മറിയേക്കാളും അല്ല യേശു ആരെന്ന് ശരിക്കും യോഹന്നാൻ സ്നാപകന് അറിയാമായിരുന്നിട്ടും ആളെ വിട്ടിട്ട് ചോദിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വരുവാനുള്ള നീ തന്നെ വന്നു, ശിഷ്യന്മാരെ വിട്ട് ചോദിപ്പിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് മറുപടി കൊടുത്തത്. മറുപടി കൊടുത്തു വിട്ടു. ഞാനാണെന്നും അല്ലെന്നും കർത്താവ് പറഞ്ഞില്ല. അവൻ അറിയായിരുന്നു. അതുകൊണ്ട് ലക്ഷണം മാത്രം ഒന്നും കൂടെ പറഞ്ഞു വിട്ടു. അവൻ പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അത് യോഹന്നാന്റെ പരാജയമായിട്ടാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ മശിഹായയാ. റോമൻ ഭരണകൂടത്തെ മാറ്റി ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നവൻ. പക്ഷേ ഈ യോഹന്നാൻ ഉൾപ്പെടെ നീതിപ്രസംഗി ആയതുകൊണ്ട് ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അറിവിൽ യോഹന്നാനെ ഒന്ന് കാണാൻ, ജയില് സന്ദർശിക്കാൻ പോലും യേശു പോയില്ല. അത് യോഹന്നാനെ സംശയിപ്പിച്ചു, ഇവൻ തന്നെയാണോ? അത് യോഹന്നാന്റെ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ഇടറിപ്പോയി. നാമും ആരും കർത്താവിങ്കിൽ ഇടറിപ്പോകരുത്. കർത്താവിനെ ശരിക്കറിഞ്ഞവർ പോലും ഇടറിപ്പോകാൻ സാധ്യതകളുണ്ട്. പല കാരണങ്ങളാണ് അതിന്. ഇപ്പൊ ദേമാസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ലോകത്തെ സ്നേഹിച്ചു പോയി. വേറെ ചിലര് ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിപ്പോയി. മറ്റു ചിലര് ഇടറിപ്പോകാൻ കാരണം താൽക്കാലികമായ നേട്ടങ്ങളാ. അതുകൊണ്ടാ എബ്രായ ലേഖനം നമ്മൾ വരുന്നുണ്ട് 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആരും അഭക്തരാകരുത്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഇടറിപ്പോകാൻ. യോഹന്നാൻ അങ്ങനെ സംഭവിച്ച ഒരു ഇടർച്ചയാ. അത്രയ്ക്കും അറിയാമായിരുന്നിട്ട് യോഹന്നാൻ സംഭവിച്ചെങ്കിൽ നമുക്കും അത് സംഭവിക്കാം എന്നുള്ള ഒരു വലിയ പോസിറ്റീവ് ഫിയർ, ആവശ്യമായ ഭയത്തോടുകൂടെ വേണം നാം ജീവിക്കുവാൻ. ഇടറിപ്പോകരുത്. ഇപ്പൊ രാഷ്ട്രീയ മശിഹയാണ് യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യേശു അങ്ങനെയായിരുന്നില്ല. യഹൂദന്മാർക്ക് മൊത്തത്തിലുള്ള പ്രശ്നം അതായിരുന്നു. അതിനൊക്കെ വേണ്ടിയാ യേശുവിൻ്റെ അടുക്കൽ അവർ വന്നിട്ട് കൈസർക്ക് കരം കൊടുക്കണോ വേണ്ട എന്നൊക്കെ ചോദിച്ചത്. പക്ഷെ കർത്താവ് അവർ പ്രതീക്ഷിച്ച തരത്തിലെ മറുപടി കൊടുക്കാഞ്ഞപ്പോഴേക്കും യേശുവിനോട് അവർ മൊത്തത്തിൽ ഇടറിപ്പോയി. അതിൻ്റെ ഒരു ചിത്രമാണ് യോഹന്നാനിൽ കാണുന്നത്, ഇടർച്ച. നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. ഇത്രയും നേരം പ്രാർത്ഥിച്ചു, ഇത്രയും ഉപവസിച്ചു, ദൈവം വിടിയിക്കുമെന്ന് വിചാരിച്ച്, ചുമ്മാ ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാര്യമൊന്നുമില്ല, പോട്ടെ എന്നും പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറയുന്ന, ഇടറിപ്പോകുന്ന വിശ്വാസികൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ട്. ശുശ്രൂഷകന്മാരുണ്ട്. സ്തോത്രം. മറ്റെന്തെങ്കിലും? സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ മനുഷ്യർക്ക് പറഞ്ഞാട്ടെ. അല്ല, മനുഷ്യർക്ക് ആർക്കും അനുസരിക്കാൻ പറ്റാത്ത ഒരു ന്യായപ്രമാണം 1500 വർഷം കൊടുത്ത് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ പ്രദർശിപ്പിച്ചല്ലോ ദൈവം. അപ്പൊ ആ സമയങ്ങളിൽ അതല്ലായിരുന്നെങ്കിൽ കുറെ കൂടെ ആളുകൾ രക്ഷപ്പെടത്തില്ലായിരുന്നു.
ഇതിപ്പോ അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല, അങ്ങനെ അനുസരിക്കാൻ പറ്റാഞ്ഞിട്ടും അതിനകത്ത് പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അവരും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവർക്കും എങ്ങനെയാണ് രക്ഷ പ്രാപിപ്പാൻ മുൻ- കഴിഞ്ഞത്? മുന്നോട്ട് നോക്കി ക്രൂശിൽ യേശു അതെ ക്രിസ്തുവിനെ അതെ, ദർശിച്ചെന്ന് പറയുന്നത്. വിശ്വാസത്താൽ പക്ഷെ വിശ്വാസത്താൽ. അപ്പൊ ക്രിസ്തു വരുന്നത് വരെ ഒരു നഴ്സറി ടീച്ചറിനെ പോലെ ആ ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിനായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ എബ്രായർ 1:1 കണ്ടതുപോലെ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടുമുള്ള വെളിപ്പാട് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ പഴയ നിയമം പോലെ അന്ന് അവർക്ക് ഒറ്റയടിക്ക് ദൈവവചനം കൊടുത്തിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഭാഗികമായ വെളിപ്പാട് അതുകൊണ്ടാണ് അംശമായി കൊടുത്തുകൊണ്ടിരുന്നത്. അത്രയും അവർ പ്രാപിച്ചും വിശ്വസിച്ചും മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. അതിൽ പോലും യഹൂദന് മാത്രമല്ല ഉള്ളായിരുന്നു, അന്നും ജാതികളായിട്ടൊരു വലിയ സമൂഹം വേറെ ഉണ്ടല്ലോ അതിന് പുറത്ത്. അതിനാണ് റോമർ 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവർക്ക് എഴുതി കൊടുത്തു, ജാതികൾക്ക് ഹൃദയത്തിൽ അത് കൊടുത്തു. രണ്ടും തുല്യം. അതുകൊണ്ട് സകലരെയും ഒരുമിച്ച് ദൈവം പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞു. യഹൂദനെ മാത്രമല്ല, ഓരോരുത്തർക്കും കൊടുത്ത വെളിപ്പാടുകൾക്കനുസരിച്ച്. നമ്മൾ വെളിപ്പാടുകളെ കുറിച്ച് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ എബ്രായർ 1:2 വാക്യം അടിസ്ഥാനമാക്കി ചിന്തിച്ചപ്പോൾ കണ്ടല്ലോ, ജാതികൾക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് പ്രകൃതിയിലൂടെയായിരുന്നു. അവരതനുസരിച്ച് മതിയായിരുന്നു. പക്ഷെ അതിൽ പോലും അവര് തെറ്റിപ്പോയി. അപ്പൊ ഭാഗികമായിട്ട് ദൈവം ലോകത്തിന്, യഹൂദനും ജാതീയ ലോകത്തിനും തന്നെ പറ്റിയുള്ള വെളിപ്പാടുകൾ പകർന്നുകൊണ്ടിരുന്നു. ആ വെളിപ്പാടുകൾക്കനുസരിച്ച് അവരനുസരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ രണ്ടും പരാജിതരായി എന്ന് റോമർ 3:9 പറയുന്നു. നാമും യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നുവെന്ന് പൗലോസ് പറയുകയാണ്. നാം ഇതിനു മുമ്പ് തെളിയിച്ചുവല്ലോ. അപ്പം ഇരുകൂട്ടരെയും അങ്ങനെ തന്നെ ആ പാപത്തിന്റെ കീഴിൽ അടച്ചു കളയുന്നു. അത് നിമിത്തം വീണ്ടെടുക്കാൻ എളുപ്പമുണ്ട്. സ്തോത്രം. എങ്കിൽ നമുക്കിന്നിവിടെ നിർത്താം. നമുക്ക് പകരമായി ന്യായപ്രമാണമെല്ലാം നിവർത്തിച്ച് പാപത്തിന്റെ കടം മുഴുവനും കൊടുത്ത് സകല ശത്രുക്കളെയും കീഴാക്കിയ, ആ ജയത്തിന്റെ പങ്കാളികളാക്കി നമ്മയും തീർത്ത നമ്മുടെ കർത്താവിനെ ഹൃദയംഗമായി സ്നേഹിച്ചും സേവിച്ചും സകല ശത്രുക്കളും അവന് കീഴടങ്ങിയിരിക്കുന്നെങ്കിലും അവയെ നീക്കിക്കളയുന്ന ആ ദിവസത്തിന് വേണ്ടി നാമും കാത്തിരുന്ന് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.